തുടക്കം തന്നെ ഹോസ്റ്റൽ വിദ്യാർത്ഥികൾക്ക് കയ്യബദ്ധം പറ്റി താഴെ വീഴുന്ന വാർഡന്റെ രംഗമായിരുന്നു. ആ ബോഡി ആരും അറിയാതെ ഹോസ്റ്റലിലെ പഠിപ്പിച്ചെക്കന്റെ റൂമിൽ കൊണ്ടുപോയപ്പോഴായിരുന്നു ചെക്കൻ തൂങ്ങി മരിച്ചത് കണ്ടത്. അപ്പോഴായിരുന്നു നമ്മൾ കണ്ടത് ഈ ഹുഡുഗയുടെ സിനിമയിലെ കഥയാണെന്ന് മനസ്സിലായത്. അന്ന് രാത്രി വാർഡന്റെ റൂമിൽ പോയപ്പോഴായിരുന്നു വാർഡൻ ആത്മഹത്യ ചെയ്തത് കണ്ടത്. മരിക്കുന്നതിന് മുൻപ് ആ ഹോസ്റ്റലിലെ വികൃതി പിള്ളേരുടെ പേരെഴുതി വെച്ചിരുന്നു. ഇത് കണ്ട പിള്ളേർക്ക് ഫുൾ ടെൻഷനായി. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ കല്ലടിച്ചിരിക്കുന്ന പിള്ളേരുടെ സഹായം തേടുന്നു. അവർ ഇത് പുറത്തു പറയാതിരിക്കാൻ വേണ്ടി അവരുടെ പേരും ആത്മഹത്യാക്കുറിപ്പിൽ ആഡ് ചെയ്യുന്നു. അവരുടെ നിർദ്ദേശപ്രകാരം ബോഡി വണ്ടിയിൽ കൊണ്ടിട്ട് തീയിടാൻ പ്ലാൻ ചെയ്യുന്നു. അപകട മരണമാക്കാനായിരുന്നു ലക്ഷ്യം. അങ്ങനെ പല കോപ്രായങ്ങളും കളിച്ച് ബോഡി പതിയെ പതിയെ ആരും കാണാതെ കൊണ്ടുവരുന്നു. താഴെയുള്ള പിള്ളേർ കാണാതിരിക്കാൻ വേണ്ടി ബോഡി കക്കൂസിൽ വയ്ക്കുന്നു. ആ ടൈം ആയിരുന്നു വീണ്ടും ട്വിസ്റ്റ്. ആ വാർഡൻ മരിച്ചിട്ടില്ലായിരുന്നു. വാർഡന്റെ കൂടെ ഉള്ളവന്റെ നിർബന്ധപ്രകാരം ഒരു ഷോർട്ട് ഫിലിമിന് വേണ്ടിയായിരുന്നു ഈ അഭിനയം. അങ്ങനെയായിരുന്നു വാർഡൻ അഭിനയിച്ചത്. അവസാനം കുറച്ച് കഷ്ടപ്പെട്ട് വാർഡന്റെ ബോഡി പുറത്തു കൊണ്ടുവരുന്നു. അഭിനയിക്കുന്ന കാര്യം വേറെ ആർക്കും അറിയില്ലായിരുന്നു. പുറത്തു കൊണ്ടുവന്ന വാർഡനെ ഇരുത്താൻ വണ്ടി നോക്കിയപ്പോഴായിരുന്നു വേറെ ഒരുത്തൻ തന്റെ ലവറിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് ആ വണ്ടി ഉപയോഗിച്ചത്. അങ്ങനെ ആ വണ്ടി കണ്ടുപിടിക്കുന്നു. അതിനിടയിൽ ചിലർക്ക് അവിടെ നടന്നത് അഭിനയമാണെന്ന് മനസ്സിലാവുന്നു. അതിന്റെ പേരിൽ അടിയുണ്ടാവുന്നു. പക്ഷേ അവസാനം അവന്റെ വാക്ക് കേട്ട് ഷോർട്ട് ഫിലിം കംപ്ലീറ്റ് ചെയ്യാൻ പ്ലാൻ ഇടുന്നു. ആക്സിഡന്റ് വരുത്തി തീർക്കാൻ വാർഡനോട് വണ്ടിയിൽ ചെന്നിരിക്കാൻ പറയുന്നു. അതിനിടയിൽ കല്ലടിച്ച ടീം വന്ന് വണ്ടിയിൽ തീയിടുന്നു. എന്നാൽ വാർഡൻ അത് അഭിനയത്തിന്റെ ഭാഗമാണെന്ന് കരുതി പുറത്തു വന്നില്ല. എന്തോ ഭാഗ്യത്തിനായിരുന്നു അദ്ദേഹം രക്ഷപ്പെട്ടത്. അവസാനം അവരുടെ ഷോർട്ട് ഫിലിം റിലീസാവുന്നു.